ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡേ സ്റ്റാർട്ടായിരിക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേറൊരു ഹോട്ടലിൽ, തലശ്ശേരി റെസ്റ്റോറൻറ്റ്, അവിടെ വന്നിരിക്കുക. ഹോട്ടലിലുള്ള ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു കോംപ്ലിമെൻ്ററി ആയിട്ടില്ല, അതും ബൊഫെ മാത്രമാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അപ്പവും അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവിടുന്ന് നേരെ ടീ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. ഇതാണ് ടീ ഫാക്ടറിയിലോട്ട് പോകുന്ന വഴി. തുടകിട്ട പീക്ക് ടീ ഫാക്ടറി, സൂയിസൈഡ് പോയിന്റ്, അപ്പോൾ പോകുന്ന റോഡാണ് ഇത്. വഴി ഭയങ്കര മോശമാണ് കേട്ടോ. കാറ് കൊണ്ടൊക്കെ പോകുമ്പോൾ ചില കാറുകളൊക്കെ അവിടെ പഞ്ചറായി കിടപ്പുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ 2-3 മലയാളി ചേട്ടന്മാരെ കണ്ടു. അവരുടെ കാറും ഇതുപോലെ പഞ്ചറായിട്ട് അവർ ബാക്കി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫോൾ ഉണ്ട്, വലുതായിട്ട് കാണാനൊന്നുമില്ല എന്നാലും ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ വണ്ടി അങ്ങ് മേളിൽ പോയി പാർക്ക് ചെയ്തിട്ട് ഈ വാട്ടർഫാൾ കാണാൻ വേണ്ടി നടക്കുകയാണ്. തിരിച്ച് സത്യത്തിൽ കുറച്ച് അധികം ദൂരം ഞങ്ങൾ താപ്പോട്ട് നടന്നെങ്കിലും ഒന്നും കണ്ടില്ല. പിന്നെ എന്നിട്ട് ഒന്നും കണ്ടില്ല നിർത്തിയിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ ഉണ്ട് അങ്ങനെ തന്നെ വലതുവശത്ത് ഒരു ചെറിയ ഒരു ഇടവഴി, ആളുകളൊക്കെ പോയിട്ട് ഇങ്ങനെ വഴി ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നു. അപ്പോൾ അതുവഴി ചുമ്മാ ഒന്ന് പോയി നോക്കാം എന്ന് കരുതി ഞങ്ങളങ്ങനെ അതുവഴി പോയി നോക്കാം. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, കണ്ടോ? ഇങ്ങനത്തെ ഊട്ടിപ്പൂക്കൾ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും പോകാത്ത വഴികളിലൂടെ, വഴികൾ വെട്ടിത്തെളിച്ചുകൊണ്ട് ഞങ്ങളിതാ വരുന്നു. വാട്ടർഫാൾ. നോ വാട്ടർഫാൾ. സൗണ്ട് ഉണ്ട്. See this. Amazing. പൊക്കോ. നമ്മൾ പിന്നെ ഇതുവഴി നടന്നു പോവുകയാണ്. വേഗം നട. മുള്ളുണ്ട് ഗൈസ്, കാലേ കൊള്ളാതെ നോക്കണം. നമ്മൾ നടന്നു വന്നപ്പോൾ ഇങ്ങനൊരു സാധനം കണ്ടു. നമുക്ക് പോയി നോക്കാം. പക്ഷെ വരുന്നില്ലേ? ടിങ് ടിങ്. അമേസിങ്. ഇവിടുന്ന് വരാമോ എന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷെ നമ്മൾ പോയി നോക്കാം. അയ്യോ, നീന്തലും അറിയത്തില്ല. ഇതായിരിക്കും ഒരു ഉദ്ദേശിച്ച വാട്ടർഫാളിന്റെ സാധനം. ഇതാ ഈ ചരിഞ്ഞ് കിടക്കുന്നത്. അമേസിങ്. ഇങ്ങനെ ഞങ്ങൾ വാട്ടർഫാൾ കണ്ട്. ഇതാണ് ഫോളൊന്നുമില്ല, വാട്ടർ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വന്ന വഴിയെ തിരിച്ചു പോവാം ഈ കാട്ടിൽ കൂടെ. അപ്പം നമ്മൾ വാട്ടർഫാൾ കണ്ടിട്ട് മസ്ജിദ്, അതിന് നേരെ വന്ന വഴിയാണ്. മുസ്ലിംസിൻ്റെ പള്ളി. ചുമ്മാ കാണാന്ന് വെച്ച് അല്ലേ. We are not allowed after this point. അപ്പം നമ്മൾ ചെരുപ്പൂടെ പോയിടണം. ചെരുപ്പൂര് നമുക്ക് ടീ ഫാക്ടറിയിലേക്ക് പോകാം. ടീ ഫാക്ടറി. ഈഗിൾസ് ഊട്ടി അഡ്വഞ്ചർ. ഇവിടെ ഫുള്ള് മലയാളീസാണ്. ഇത് ചെയ്യാൻ എവിടെ പോയാലും മലയാളീസ്. വേ ഔട്ട്, വേ ഇൻ. നമ്മളിവിടെ സ്റ്റെപ്പ് കയറി മേളിൽ പോകണം. ഇവിടെ എല്ലാം പാർക്കിംഗ് ഏരിയ. നല്ല തിരക്കുണ്ട്. ഹോഴ്സ് റൈഡുണ്ട്, അതിനു വേണ്ടി കുതിര. ഇവിടെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, കണ്ട. അപ്പം നമുക്ക് ഒരിടത്തുനിന്ന് രണ്ടിടത്തും കയറാൻ തോന്നും. ഇങ്ങനെ പോയി അവിടെ നിന്ന് പാസ് എടുത്ത് കയറണം. ഓക്കെ. ഗ്രീൻ ലീഫ് ഒക്കെ സ്മോളർ പീസ് ആക്കുന്നതിനകത്ത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച മെഷീനാണിത്. അതെ, ആദ്യത്തെ മെഷീൻ. നമുക്ക് നോക്കാം പുതിയ മെഷീൻ എന്തൊക്കെയാണ്.
ഇവിടെ എന്തൊക്കെ ഉണ്ട്. ഓർത്തഡോക്സ് റോളർ. നമ്മളിവിടെ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യണം. UPI കാർഡ് മാത്രമേ എടുക്കുള്ളൂ, ക്യാഷ് എടുക്കില്ല. ചിലയിടത്ത് ക്യാഷേ എടുക്കത്തുള്ളൂ, ഇവിടെ UPI കാർഡ് മാത്രമേ എടുക്കത്തുള്ളൂ. ബിലോ 5 years 10 rupees. അല്ലാത്ത അഡൾട്ട്സിന് 20 rupees ഈച്ച്. നല്ല മണമുണ്ട്, നല്ല മണം, ഒരു നല്ല പച്ച ഇലയുടെ മണം. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്ത ടിക്കറ്റ് അവിടെ കാണിക്കണം. എന്നിട്ട് നമ്മൾ എൻട്രി ദ ടീ മ്യൂസിയം. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടുപോകണം. ചെറിയ ഫാക്ടറിയാന്ന് തോന്നുന്നു. ലെജൻഡറി ഒറിജിൻ ഓഫ് ടീ. ലെജൻഡറി ഒറിജിൻ ഓഫ് ടീ എന്നൊക്കെ പറഞ്ഞിട്ട് ജപ്പാൻ്റെത് ചൈനയുടേത് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് സംഭവം വായിച്ചു നോക്കാം. ദ ബോസ്റ്റൺ ടീ പാർട്ടി, ഒറിജിൻ ഓഫ് ടീ ഇൻ ഇന്ത്യ, ഒറിജിൻ ഓഫ് ടീ ഇൻ ഇന്ത്യ, ഒറിജിൻ ഓഫ് ടീ ഇൻ ഇന്ത്യ, ടീ ബീയിങ് എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്, ഒറിജിൻ ഓഫ് ടീ ഇൻ ബിൽ ഗേറ്റ്സ്. ഈ ആൻറ്റിയാണ് ഈ തേയില ഇവിടുന്ന് എടുത്ത് ഇതിനകത്തിടും. കൺവെയറോ എന്നിട്ട് നമ്മൾ ഈ സാധനം ഇതുവഴി പോയി ഇതിനകത്ത് വന്നിട്ട് ഇതിങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ വരും. എന്നിട്ട് ഇതിനകത്ത് തട്ടിയിടും. വീടില്ല, അതാ തട്ടിയിട്ടു. ഓ കണ്ട, അത് തട്ടിയിട്ട് കണ്ട. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് താഴെ പോയി നോക്കാം. കണ്ടില്ലേ? എന്നിട്ട് ഇതിങ്ങനെ കറങ്ങി ഇവിടെ വീഴും. നല്ല മണമുണ്ട്, നല്ല മണം. മെഷീൻ കണ്ട് ഈ വാൾവി കൂടെ കുഴിയുന്ന ഇതിനകത്തൂടെ വന്ന് ഇതുവഴി പോയി. നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടോ? വഴി വന്ന് ഇവിടെ വന്നു അരഞ്ഞിങ്ങനെ ഇതുവഴി വീണ്ടും കറങ്ങി, വീണ്ടും കറങ്ങി, വീണ്ടും അരഞ്ഞ് ഇതിനകത്ത് വീണ്ടും അരഞ്ഞ്. അതെ, കണ്ടോ? ഈ ഗുഗിയിൽ വെച്ചിട്ടാണ് റൗണ്ട് ഗുഗി ഇതിനകത്ത് ആവുമ്പോൾ തേയില റൗണ്ട് ഷേപ്പ് ആവും. ഈ ഗുഗിയിലൂടെ ഇങ്ങനെ പോയി അവിടെ എത്തി. ഇതൊക്കെ നനഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നതെന്ന് തോന്നുന്നു. കരിയൊക്കെ അതിനെ ഡ്രൈ ആക്കും. എന്താ ഇവിടുന്ന് ചൂട് കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് അവസാനം ഇത് വഴി ഇങ്ങനെ പോകും. ഇത് പയ്യെ നീങ്ങുന്നുണ്ട്. നനഞ്ഞിരിക്കുന്ന തേയില ഡ്രൈ ആക്കും. താഴെ ചേച്ചിമാർ ഇന്ന് ചായ കുടിക്കുന്നു. നടന്നു നോക്കാം. ഇതുവഴി വീഴുന്നു. ഓ, ഇത് കണ്ടോ ഗായ്സ്, ഇത് ഏകദേശം തേയിലയായി. കണ്ടോ? വിഷയം നന്നായിട്ട് അനങ്ങുന്നുണ്ട്, കാണാമോന്നറിയില്ല. തേയിലയായി കഴിഞ്ഞു. ഈ ചാക്കിൽ വീഴുന്ന സാധനമൊക്കെ ആ ചേച്ചിമാര് അതുവഴി കൊണ്ടുപോകും. ആ ചാക്കെടുത്തത് അവിടെ കൊണ്ടിടും. എന്നിട്ട് തേയില അതുവഴി വീണ്ടും കയറി ഇതുവഴി വന്ന് ഈ മെഷീൻ വഴി പോയി ഇവർ ഇത് പാക്ക് ചെയ്യും. ഓക്കെ,
കണ്ട് എന്നിട്ട് നമുക്ക് ഇനി ചായ കുടിച്ചു നോക്കാം. ചായ എല്ലാവരും ചായ കുടിക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചായ ഞങ്ങൾ 20 രൂപ എടുത്തിട്ട് ഇവിടെ കയറിയെങ്കിലും ചായ കിട്ടിയിട്ടുണ്ട്. 2 ചായ 10 രൂപ 10 രൂപ ഫ്രീ ആണ് ചായ. നല്ല ചായ. ലെമൺ ടീ, ജിഞ്ചർ ടീ, മസാല ടീ, വൈറ്റ് ടീ, ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, സ്ട്രോങ് ടീ, ചോക്ലേറ്റ് ടീ, കാർഡമം ടീ, എല്ലാം ഉണ്ട്. നല്ല തിരക്കാം. നമ്മളങ്ങനെ ടീ മേടിക്കാനാണ്. കാർഡമം ഹോം മെയ്ഡ് ടീ, ഒറിജിനൽ കാർഡമം ടീ. എത്ര രൂപ? 500 ഗ്രാം 220 ഉണ്ട്. അതെ, നമുക്ക് ഒരെണ്ണം മേടിക്കാൻ തന്നെ. ആ ചായ എവിടെ നിന്ന് കിട്ടിയത് കൊള്ളായിരുന്നു. ടീ പോലെ ഇവിടെ ഹെർബൽ പ്രോഡക്ട്സ് വിൽക്കുന്നുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ പോവാണ്. നമുക്ക് സാമ്പിൾ ചോക്ലേറ്റ് വാങ്ങാം. താങ്ക് യു. സാമ്പിൾ ചോക്ലേറ്റ്. ഇവിടെ നമുക്ക് ചോക്ലേറ്റ് മേക്കിങ്ങിൻ്റെ എൻ്റർ പ്രോസസ്സൊന്നും കാണാൻ കഴിയില്ല. ഇനി നമ്മൾ ദൊഡ്ഡബെട്ട പീക്കിലേക്ക് പോകാൻ പോവുകയാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.